സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനുള്ള പ്രക്രിയയ്ക്ക് ഇന്ന് തുടക്കമാകും. പുതുക്കിയ കീം റാങ്ക് പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. പഴയ മാർക്ക് ഏകീകരണ സമവാക്യം ഉപയോഗിച്ചാണ് പുതിയ പട്ടിക പുറത്തു വന്നപ്പോൾ സംസ്ഥാന സിലബസിൽ പഠിച്ച 21 പേർ മാത്രമാണ് ആദ്യ 100 റാങ്കിൽ ഇടം പിടിച്ചത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, അടിമുടി മാറ്റത്തോടെയായിരുന്നു പുതുക്കിയ കീം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇന്ന് പ്രവേശനത്തിനുള്ള പ്രക്രിയയ്ക്കുള്ള നടപടികൾ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഈ നേരത്തെ പ്രസിദ്ധീകരിച്ച കീമിന്റെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുന്നത്. അത് പ്രധാനമായും ഈ ഈ ഫലം പ്രസിദ്ധീകരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രോസ്പെക്ടസ് തിരുത്തി അത് പുതുക്കി എന്നുള്ളതായിരുന്നു. അത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആദ്യം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും പിന്നീട് സർക്കാർ അപ്പീൽ നൽകി. ആ അപ്പീൽ ഡിവിഷൻ ബെഞ്ചും തള്ളിയത്. ഏതായാലും അതിന് പിന്നാലെയാണ് പഴയ സമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പഴയ പ്രോസ്പെക്ടസിലെ സമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെയിറ്റേജ് കണക്കാക്കിയുള്ള പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഈ റാങ്ക് ലിസ്റ്റ് വന്ന ഘട്ടത്തിൽ നിരവധി പരാതികൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അത് കാരണം പ്രധാനമായും ഈ പ്രോസ്പെക്ടസിലെ, അതായത് ഈ പുതിയ മാറ്റം, അതായത് വെയിറ്റേജിൽ വരുത്തിയ ആ മാറ്റം, അല്ലെങ്കിൽ ആ സമവാക്യത്തിൽ യോഗ്യതയ്ക്ക് വേണ്ടിയുള്ള മാർക്ക് ഏകീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സമവാക്യത്തിൽ വരുത്തിയ മാറ്റം അത് വലിയ വിമർശനങ്ങൾക്ക് ഇപ്പോൾ ഇടയാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. കാരണം ആദ്യ റാങ്ക് ലിസ്റ്റ് വന്ന ഘട്ടത്തിൽ ഏതാണ്ട് 43 പേരാണ് സ്റ്റേറ്റ് സിലബസിൽ നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ഈ പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അത് 21 ചുരുങ്ങി എന്നുള്ളതാണ്. ആദ്യത്തെ 100 റാങ്കുകളിൽ 21 പേർ മാത്രമാണ് സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അത് 43 ആയിരുന്നു. ഇടത്തു നിന്നാണ് പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ പഴയ സമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത് 1ാം റാങ്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ വിദ്യാർത്ഥി 7ാം റാങ്കിലേക്ക് മാറി എന്നുള്ളതാണ്. നേരത്തെ 6ാം റാങ്കിലുണ്ടായിരുന്ന വിദ്യാർത്ഥിയാണ് 1ാം റാങ്കുകാരനായി പുതിയ ലിസ്റ്റ് പ്രകാരം വന്നിരിക്കുന്നത്. CBSE വിദ്യാർത്ഥിയാണ്. CBSEയിൽ പഠിച്ച വിദ്യാർത്ഥിക്കാണ് 1ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട് പുതിയ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട്. കാരണം അവരുടെ ഈ CBSEയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രവേശന നടപടികളിൽ നിന്ന് സ്റ്റേറ്റ് സിലബസുകാർ വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. 21 പേർക്ക് മാത്രമാണ് 100 റാങ്കുകളിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ സുപ്രീം കോടതിയിലേക്ക് പോയേക്കും. ഇത് വീണ്ടും ഒരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഏതായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ ഈ അഡ്മിഷൻ നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നും നാളെയുമായി ഒക്കെ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് കനത്ത തിരിച്ചടിയാവുകയും ചെയ്യും. ശരി ആന്റണി, സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനുള്ള പ്രക്രിയയ്ക്ക് ഇന്ന് തുടക്കമാകും. പുതുക്കിയ കീം റാങ്ക് പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. പഴയ മാർക്ക് ഏകീകരണ സമവാക്യം ഉപയോഗിച്ചാണ് പുതിയ പട്ടിക പുറത്തു വന്നപ്പോൾ സംസ്ഥാന സിലബസിൽ പഠിച്ച 21 പേർ മാത്രമാണ് ആദ്യ 100 റാങ്കിൽ ഇടം പിടിച്ചത്. മറ്റ് 79 പേരും CBSE സിലബസിൽ പഠിച്ചവരാണ്. 1ാം റാങ്കിലടക്കം മാറ്റം വന്നു. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച 43 പേരാണ് ആദ്യ 100-ൽ ഇടം പിടിച്ചത്. 1ാം റാങ്കും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥിക്കായിരുന്നു. പ്രോസ്പെക്റ്റിൽ പുതുക്കിയത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി റാങ്ക് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു.